ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മളിന്ന് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഹോൺ പിടിപ്പിക്കാൻ പോകണം കേട്ടോ. അപ്പം ഹോണെന്ന് പറഞ്ഞാൽ സാധാ ഹോണല്ല, നമ്മളൊരു എയർ ഹോൺ ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എയർ ഹോൺ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ഹോണൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഹോൺ. അപ്പം ഈ സാധനമാണ്. അപ്പം ഇങ്ങനെയാണ് പാക്കിങ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നമ്മൾ നോക്കി. അപ്പോൾ എന്തായാലും കൊള്ളാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ റെഡാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നാച്ചുറൽ ബ്ലാക്ക് അതുപോലെ തന്നെ ക്രോമിയമായിട്ടുള്ള ഒരു കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് റെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് കേട്ടോ പോസിറ്റീവ്, ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ നമ്മളിത് കണക്ട് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഫോണ് ഇതാണ് കേട്ടോ, ഇതായിരിക്കുന്നു ആ സാധനമാണ് കേട്ടോ. അപ്പം ആ ഫോണ് നമ്മുടെ കമ്പനി തന്നെ വരുന്നൊരു ഫോണാണ് കേട്ടോ. അതൊരു വൃത്തികെട്ട ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തം മാറ്റാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ബാറ്ററിയുടെ നമുക്ക് നെഗറ്റീവ് എങ്ങാനും ഊരി ഒന്ന് വിടണം. എന്നിട്ട് നമുക്കത് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടിയത് ഇത് ഈ 3 സാധനങ്ങൾ കിട്ടി കേട്ടോ. നമ്മുടെ സ്ക്രൂവും ഈ ഒരു വാഷർ പോലത്തെ ഒരു സാധനവും പിന്നെ നട്ടും. അപ്പോൾ ഈ 3 നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ഊരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഹോൺ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഹോൺ ഞാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ വയറാണ് കേട്ടോ ഇത്. ഗൈസ്, ഇപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഹോണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇരുന്നത് അത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഹോണാണ്. ഇതൊരു ഒച്ച അടഞ്ഞൊരു ഹോണാണ് കേട്ടോ. അതുകൊണ്ട് ഇത് മാറ്റി നമ്മുടെ ആ ഒരു ഹോൺ വെക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെച്ചിട്ട് ഹോൺ കേൾപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ഭയങ്കര മോശമായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഈ ഒരു ക്ലാമ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം പിടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ 2-3 സ്ക്രൂ കൂടി ഇട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ വണ്ടിയിലായിട്ട് കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണം വെക്കാൻ. അപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറും. അപ്പോൾ നമുക്ക് താഴോട്ട് തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി സൈഡിലോട്ടാണെങ്കിലും ചരിച്ച് വെച്ചാലും കുഴപ്പമില്ല. ഒരിക്കലും ഇങ്ങനെ വെക്കരുത് കേട്ടോ ഫോൺ വാങ്ങിക്കും. ഗൈസ്, അപ്പോൾ അങ്ങനെ ഇപ്പം സമയം രാത്രി ആയിട്ടോ. അപ്പം ഇപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു തരത്തിലാണ് കേട്ടോ ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ സ്ക്രൂ കാര്യങ്ങളൊന്നും ഇങ്ങനെ നല്ലതായിട്ടല്ല വരുന്നത്. ഒരു തരത്തിൽ നമ്മൾ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇപ്പം ഫോൺ അടിച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അതിന്. അപ്പോൾ നമ്മളിത് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ഊരി വിട്ടിട്ടാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡ് ഊരി വിടുക. ഇത് നമ്മുടെ ഫോണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം വെട്ടത്തിൻ്റെ ഇതായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ മാക്സിമം കാണിക്കുന്നത് ഇതാണ് ഫോണ്. അപ്പോൾ ഇത് നമ്മളൊരു ടൈ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വെളിയിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്കൊരു ലുക്ക്. കാണുന്നൊന്നുമില്ല, അങ്ങനെ ഫോണാണെന്നൊന്നും കാണത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിത് അതെന്തായാലും സെറ്റ് ചെയ്തു. പിന്നെ നമ്മളതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുക്കും. എന്തായാലും നമ്മളത് ഫിറ്റ് ചെയ്ത് കുറച്ച് നേരം എടുത്ത് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ ഈ ബോണറ്റിൻ്റെ അകത്തൂടെ ആ ഒരു ഹോൺ വെക്കുന്ന ആ ഒരു സ്ഥലത്തെത്താൻ വേണ്ടി ഇച്ചിരി പാടുപെട്ട് കേട്ടോ. കാരണം ഈ ഹോൺ ഇച്ചിരി നമ്മൾ കാണുന്ന പോലെ അല്ല, നേരിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാകുന്നത് കേട്ടോ. ഫോണിൻ്റെ അകത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അപ്പോൾ ഇച്ചിരി നല്ല വലിപ്പമുള്ളൊരു ഫോണാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാനെന്ന് ഫോണ് കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇതാ കേട്ടോ നിങ്ങൾ, ഇതാണ് കേട്ടോ ഫോണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ആ ഒരു ഫോൺ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇനി വേറെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ പയ്യെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കിട്ടിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.